പ്രശ്നമൊന്നുമില്ല. പൾസും പ്രഷറും ഒക്കെ നോർമലാണ്. സാധാരണ ഒരു ബോധക്ഷയമായിട്ട് പ്രൈമറി അനാലിസിസ് കാണുന്നുണ്ട്. അല്പം അനീമിക്കാണ്. ക്ലൈമറ്റ് ചേഞ്ചോ മെന്റൽ ടെൻഷനോ മറ്റോ ആകാം. ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് റിസൾട്ട് വരും. അതിനുശേഷം മറ്റു വല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടോ നോക്കാം. ഷീ വിൽ ബി ഓൾ റൈറ്റ്. നത്തിങ് ടു വറി. താങ്ക് യു. ബോബി, എക്സ്ക്യൂസ് മീ. ഐ ആം റോമി, നീനയുടെ ജ്യേഷ്ഠനാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. ഈ അസുഖത്തിന്റെ മെഡിക്കൽ നെയിം പോളിസൈത്തീമിയ റുബ്രാവീര എന്നാണ്. രക്തത്തിലുള്ള റെഡ് ബ്ലഡ് കോർപ്പസിൽസ് അളവ് വിട്ട് കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതുതന്നെയായിരുന്നു അവളുടെ സഹോദരിയുടെയും അസുഖം. മരുന്നിന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ പിടിച്ചു നിന്നത്. കൈവിട്ടു പോയാൽ പിന്നെ ഒരു വിധത്തിൽ രക്ഷിക്കാനാവില്ല. ഇത്ര നാൾ നിങ്ങൾ എവിടായിരുന്നു? ഈ അവസാന നിമിഷത്തിലാണ് ഇതൊക്കെ വന്ന് പറയുന്നത്. പറയാൻ എനിക്ക് അനുവാദമില്ല. ഇപ്പോഴും. ആരുടെ? നീനയുടെ. ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. ബോബി, എനിക്ക് പറയാനുള്ള ആദ്യം കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മാലമോൾ അനാഥയായി വളരാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകളെ പോലെ, നിങ്ങളെയൊക്കെ വളർത്തിയ പോലെ ഞാൻ അവളെ വളർത്തിക്കൊള്ളാം. അറിയാം, പക്ഷേ ഞാനും കൂടെ മരിച്ചാല് ഏട്ടന് പിന്നെ ആരാ ഉള്ളത്? പിന്നെയും ജീവിക്കണ്ടേ? ഒരു ഭാര്യ, കുഞ്ഞ്, കുടുംബം ഒക്കെ വേണ്ടേ? അവിടെ ഈ കുഞ്ഞൊരു തടസ്സമാവേ ഉള്ളൂ. കഥ പലരും മാറ്റി പറഞ്ഞു എന്ന് വരും. മാലമോളെ അവളുടെ അച്ഛനെ ഏൽപ്പിച്ചെന്ന ശേഷം ഏട്ടന്റെ കല്യാണം നടത്തിയിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് മരിക്കാൻ. ശരി, എന്നാ നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടെ വരാം. വേണ്ട, വെറുതെ ഒരു കുഞ്ഞിനെ കൊണ്ട് ചെന്നാലേ അവര് സ്വീകരിക്കൊന്നുമില്ല. ചില കളികളൊക്കെ കളിക്കണം. ഏട്ടൻ വന്നാ അത് പറ്റില്ല. എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല. ഞാൻ പോവും. ഞാൻ മടങ്ങി വരുന്നതിന് മുമ്പ് ഏട്ടൻ എന്നെ കാണാൻ ശ്രമിച്ചാ പിന്നെ ഏട്ടന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ നീനമുള കാണൂല. മോളെ, ഞാൻ ധൈര്യമായിട്ട് ഇവിടെ ഇരുന്നോളൂ. 2 മാസം, അതിനുള്ളിൽ ഞാൻ വരും. ഏട്ടന്റെ മടി കിടന്നേ ഞാൻ മരിക്കൂ. സത്യം പോരെ? ഞാൻ വരും. പണ്ടേ വലിയ വാശിക്കാരിയാ എന്റെ നീനമോള്. ഏട്ടനായിട്ടല്ല, അച്ഛനായിട്ടാ 2 പെങ്ങന്മാരെ ഞാൻ വളർത്തിയത്. ഒരാള് പോയി, ഒന്നുകൂടി യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നു എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. അമ്മയുടെ അസുഖം കുട്ടികൾക്ക് ബാധിച്ചു. പക്ഷെ അവിടെയും വിധി എന്നോട് ക്രൂരതയാണ് കാണിച്ചത്. എന്നെ മാത്രം വേദനിപ്പിക്കാനായി വെറുതെ വിട്ടു. ദൈവങ്ങളിലും സാഡിസ്റ്റുകൾ ഉണ്ടായിരിക്കുമല്ലേ? നമ്മൾ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വെറുതെയെങ്കിലും ഒരല്പം പ്രതീക്ഷ എനിക്കിപ്പോഴും ബാക്കിയുണ്ട്. ഡോക്ടേഴ്സിനെ അറിയിക്കണം. അവളുടെ കയ്യിലുണ്ടായിരുന്ന മരുന്ന് കണ്ടെടുക്കണം. അലമാരിൽ ഈ ഒരു കൂട് മാത്രമേ ഉള്ളൂ, ഒഴിഞ്ഞൊരു കുപ്പി. ആ, ഇത് തന്നെയാ മരുന്ന്. സൈക്ലോഫോസ്ഫാമൈൻ, ജർമ്മനിയിൽ നിന്ന് വരുത്തിയതാ. 2 ദിവസത്തിൽ ഒരിക്കൽ ഇത് ഇഞ്ചെക്ട് ചെയ്യണം. അത് മുടങ്ങി കാണും. അതാ അസുഖം കൂടിയത്. ഇതിവിടെ കിട്ടില്ല. മാത്രമല്ല, RBC കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കഴിഞ്ഞ 18 മണിക്കൂറായി യാതൊരു വിധത്തിലുള്ള ട്രീറ്റ്മെന്റും കൊടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഞാൻ അവളെ ബോംബെക്ക് കൊണ്ടുപോയാലോ? ഇനി നാളത്തെ ഫ്ലൈറ്റിനെ ബോംബെക്ക് പോകാനാവും. അസുഖം കൂടാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. വിനി സെക്ഷൻ ചെയ്ത് ബ്ലഡ് വോളിയം കുറയ്ക്കണം. എന്ന് വെച്ചാൽ പാദത്തിനടിയിലുള്ള വെയിലിൽ നിന്ന് കുറഞ്ഞത് 500 ml ബ്ലഡെങ്കിലും ചോർത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ മാത്രമേ RBC ബാലൻസ് ചെയ്യാനാവൂ. അങ്ങനെ വരുമ്പോ ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് തന്നെയാ ഞാനും പറയാൻ ഉദ്ദേശിച്ചത്. അവളെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? ചെയ്യാനാവും, പക്ഷെ അതിനുള്ള മരുന്ന് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും. റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് എന്നാണ് അതിന്റെ പേര്. പണത്തെക്കുറിച്ച് ചിന്തിക്കണ്ട, എങ്ങനെയെങ്കിലും നീനെ രക്ഷിക്കണം. ചിക്കാഗോയിൽ എന്റെ ഒരു സുഹൃത്തുണ്ട്. ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ. എങ്ങനെയെങ്കിലും മരുന്നെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. പക്ഷെ അതുവരെ പേഷ്യന്റിന് വേണ്ട ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ കൊടുക്കേണ്ടത് നിങ്ങളാണ്. അവളുടെ മനസ്സ് നോവുന്നതൊന്നും സംഭവിക്കരുത്. ഇമോഷണൽ ആവാനും അനുവദിക്കരുത്. ഈ മരുന്ന് കിട്ടിയാൽ തീർച്ചയായും രക്ഷപ്പെടുത്താനാവും. പിന്നെ ഞങ്ങൾ ഡോക്ടർമാരും മരുന്നിനെയും കഴിവിനെയുംക്കാൾ വിശ്വസിക്കുന്ന ഒന്നുണ്ട്: ഈശ്വരൻ. പ്രാർത്ഥിക്കുക. അത് മാത്രമേ തൽക്കാലം നിവൃത്തിയുള്ളൂ. ആരും ഒന്നും നഷ്ടപ്പെടണ്ട. ഈ കുഞ്ഞിനെ ഞാൻ ഇവിടെ വളർത്തിക്കോളാം. ബോബിയുടെ കുഞ്ഞായിട്ട് ഇതിനെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിനക്ക് ഇനി ഒന്നും പേടിക്കാനില്ല.
ഈ വീടിനൊരു അടക്കമൊഴുക്കൊക്കെ വന്നത് നീന വന്നു കയറിയ ശേഷമാണ്. പിഴച്ചു പോകാറുന്ന നിന്റെ കുഞ്ഞുങ്ങളെ അനുസരണെ ബഹുമാനമൊക്കെ പഠിപ്പിച്ച് മിടുക്കരാക്കിയത് അവളാ. അവക്ക് തിരിച്ചു നൽകാൻ എൻ്റെ ഒന്നുമില്ല. ഈ കുഞ്ഞിനെ ഞാൻ അംഗീകരിക്കുകയാണെങ്കിൽ അതെന്റെ സമ്മാനമായിട്ട് കരുതി മനസ്സമാധാനത്തോടെ അവൾ പോ. വേണ്ട, ഈ കുഞ്ഞെന്റേതാണ്. എന്റെ കുഞ്ഞുങ്ങളോടൊപ്പം അച്ഛനെ അറിയാതെ അവൾ വളരണ്ട. അറിയട്ടെ, സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വീകരിക്കട്ടെ. ഒരു തെറ്റ് തിരുത്താനുള്ള എന്റെ ഈ അവസരം അവൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവളേക്കാൾ വലുത് എന്റെയും എന്നെ സ്നേഹിക്കുന്നവരുടെയും മനസ്സമാധാനമാണെന്ന് എനിക്ക് തീരുമാനിക്കേണ്ടി വരും.